വന്നിരിക്കുകയാണ്. 3 പാർട്ടായിട്ട് വരാൻ പോണ ഈ ട്രിപ്പിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ എന്തൊക്കെ ഉണ്ടായി നോക്കിയാലോ. അപ്പൊ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ് തന്നെ ഒക്കെ കൂടെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ കയറി ചെല്ലുന്നതിന്റെ ഇടയ്ക്ക് അവർ പറയുന്നുണ്ട് BTS US ഒരുമിച്ച് താമസിച്ചതിന് ശേഷം എല്ലാ മെമ്പേഴ്സും കൂടെ വീണ്ടും ഇത് ആദ്യമായിട്ടാവും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കാൻ പോണെന്ന്. ഇനി എല്ലാരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഇവർ ഈ വീട്ടിൽ കയറിയപ്പോ തന്നെ ഫസ്റ്റ് പോയി നോക്കണം നമ്മുടെ അടുക്കളയ്ക്കാണ്. അതാണല്ലോ മെയിൻ പാർട്ട്. അവിടുന്ന് ബാക്കി മെമ്പേഴ്സ് ആ വീടിന്റെ ബാക്കിയൊക്കെ കാണാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ആറമും കൂക്കിയും തേയും കൂടെ പിസ കഴിച്ച് വരുന്നുണ്ട്. ഇത് കണ്ടിട്ട് ജിമ്മിനെ അവരൊരു തെറിയും വിളിക്കുന്നുണ്ട്. ഇനി ആ ഒരു വീട്ടിൽ ടോട്ടൽ 3 റൂമായിരുന്നിട്ടുണ്ടായിരുന്നത്. താഴെ 1 മേലെ 2 അതിൽ താഴെയുള്ള റൂമിലും മേലെയുള്ള റൂമിലും ഡബിൾ ബെഡും ബാക്കിയുള്ള റൂമില് ട്രിപ്പിൾ ബെഡ് ആണ്. അങ്ങനെ ആ റൂമൊക്കെ പോയി നോക്കിയിട്ട് പിന്നെ ആരൊക്കെ എവിടേക്ക് കടക്കാന്നുള്ള കാര്യം തീരുമാനിക്കാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവര് ആരൊക്കെ ഏതൊക്കെ റൂമിൽ കടക്കണ്ടെന്നുള്ളതിനെ കുറിച്ചിട്ട് എങ്ങനെയൊക്കെ തീരുമാനിക്കാന്നുള്ളതിനെ കുറിച്ച് ഒരു ചർച്ച നടക്കണ്ടേ. ഇനി ഇവർ ഈ ഒരു സമയത്ത് പറയുന്ന ഐഡിയകൾ അത് ബാക്കി മെമ്പേഴ്സ് ഒക്കെ താഴെ നിന്നിട്ട് ഓരോരുത്തർ പോയിട്ട് ഓരോ റൂമിലേക്ക് പോവുക. അതായത് അവർ ഏത് റൂമിലേക്കാണ് പോണത് ആ റൂം അവർക്ക്. അപ്പൊ പിന്നെ അവിടെ വേറെ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ആ റൂം അവർക്ക്. അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ആരൊക്കെയാണോ റൂമിലേക്ക് കയറി ചെല്ലുന്നത് അവർക്ക് ആ റൂം കിടക്കാൻ. അതിന്റെ കാര്യങ്ങളൊക്കെ ഇവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഹോപ്പ് നംജൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ നംജൻ പറയുന്നത് നിങ്ങൾ എന്തൊക്കെ പറയണമെന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നംജൻ ഇപ്പോഴും ആ ഒരു ഉറക്കത്തിന്റെ കാര്യത്തിൽ കുറച്ച് സെൻസിറ്റീവ് ആണ് ആൾക്ക് ഒരു ഇൻസോമേനിയും കാര്യങ്ങളൊക്കെ പട്ടാളത്തിൽ പോയ ടൈമിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആരൊക്കെ എവിടെയൊക്കെ കിടക്കണം തീരുമാനിക്കുമ്പോൾ ചിലപ്പോൾ ഒരു റൂമിൽ 2-3-4 എക്സ്ട്രാ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ ബുദ്ധിമുട്ടാവില്ല. അപ്പൊ ആള് ആ ഒരു കാര്യം കാലേജ് ഭയങ്കര ടെൻഷനിലായിരുന്നു കേട്ടോ. അപ്പൊ ആള് പറയുന്നുണ്ട് എനിക്ക് നിങ്ങൾ പറയുന്ന സംഭവം ഇതൊക്കെ എൻജോയ് ചെയ്യണം ഫണ്ണാക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഉറക്കത്തിന്റെ കാര്യത്തിൽ കുറച്ച് സെൻസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ 5 ആളൊക്കെ റൂമിൽ വന്നാൽ എങ്ങനെ ഉറങ്ങും എന്നുള്ളത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പൊ എന്നാൽ നിങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ജിമ്മി എന്നാൽ നമുക്ക് നംജിൻ ഇതൊന്ന് മാറ്റി നിർത്തിയിട്ട് ബാക്കി എല്ലാ മെമ്പേഴ്സും കൂടി ചെയ്താലും ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിമ്മിൻ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് എല്ലാവർക്കും കൂടി ചെയ്യാം. മാറ്റി നിർത്തേണ്ട എല്ലാവർക്കും കൂടി ചെയ്യാം. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത് തീരുമാനിച്ചതിന് ശേഷം ഇനി ആരാണ് ഫസ്റ്റ് റൂമിലേക്ക് പോകണമെന്നാണ്. അപ്പൊ ജിന്ന് പറയുന്നുണ്ട് എന്നാൽ ഏറ്റവും ചെറിയ മെമ്പർ അതായത് മാഗ്നെ പോയിക്കോ എന്ന് പറയുമ്പോ വി അവിടെ നിന്നിട്ട് എന്നെ പോയിക്കോ എന്ന് ജിന്നിനോട് പറയുന്നുണ്ട്. അങ്ങനെ ജിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അതായത് നമ്മുടെ ജിന്നേട്ട് ഏറ്റവും ചെറിയ ആളോട് പോയിട്ട് റൂം ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ വി അവിടെ നിന്ന് ജിന്നേട്ടിനെ ചെറിയ ആളാക്കിയിട്ട് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ ഒരു റൂം ചൂസ് ചെയ്യാണ്. ഫസ്റ്റ് ജിന്നേട്ട് മേലെ കയറി പോകുമ്പോൾ ബാക്കി മെമ്പേഴ്സ് എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് പോയി നിൽക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് അവർ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. എങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ജിന്നേട്ടൻ മേലെ പോയിട്ട് ആ ഒരു ഡബിൾ ബെഡുള്ള റൂമിൽ കയറുന്നുണ്ട്. പിന്നെ പോണത് ആറമാണ്. ആറം ആദ്യം മേലെ പോയി നോക്കുന്നുണ്ട്. പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് താഴെ തന്നെ വന്നിട്ട് താഴെയുള്ള റൂമിൽ കയറുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിമിൻ വലിയ പ്ലാനിങ്ങിൽ ചെരുപ്പ് കഴിച്ച് വെച്ചിട്ടാണ് പോണത്. ആരും എവിടെ എത്താൻ പോകണമെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജിമിൻ പിന്നെ മേലെ പോയിട്ട് ജിന്നേട്ടൻ കയറിയ റൂമിൽ തന്നെ കയറി പോവാണ്. പിന്നെ പോണ തേവങ്ങയാണ്. തേവങ്ങ നേരെ പോയിട്ട് താഴെയുള്ള റൂമിലേക്ക് കയറി ചെല്ലാണ്. അവിടെ നംജിനെ കാണുകയാണ്. പിന്നെ റൂം ചൂസ് ചെയ്യാൻ പോണ ജങ്കുക്കിയാണ്. ജങ്കുക്കി നേരെ മേലെ പോയിട്ട് ആ ഒരു 3 ബെഡുള്ള റൂമിലേക്ക് കയറി ചെല്ലാണ്. അവിടെ കയറി ചെല്ലുമ്പോൾ ആ റൂമിൽ വേറെ ആരുമില്ല. ആള് ഭയങ്കര ഹാപ്പി ആയി മാറി. നെക്സ്റ്റ് നമ്മുടെ ഷുഗയാണ് പോണത്. ജെഹോപ്പ് ലാസ്റ്റ് പോയാൽ മതി എന്ന് അവർ ഓൾറെഡി തീരുമാനിച്ചിരുന്നു. അപ്പൊ ഷുഗ പിന്നെ വലിയ റിസ്ക്കും കാര്യങ്ങളും നിർക്കണ്ടെന്ന് വെച്ചിട്ട് ആ താഴെയുള്ള റൂമിൽ തന്നെ കയറി ചെല്ലാണ്. അവിടെ വെച്ചിട്ട് ബാക്കി രണ്ടുപേരും കാണാൻ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മുടെ ഹോപ്പേട്ടൻ പോട്ടെ. ഹോപ്പേട്ടൻ ഫസ്റ്റ് മേലേക്ക് ഒന്ന് കയറി നോക്കും. എന്നാലും അവസാനം ആ താഴത്തെ റൂമിലേക്ക് എന്നെ ആള് കയറി ചെല്ലും. അങ്ങനെ ആ താഴത്തെ റൂമിൽ 2 ബെഡ് മാത്രമുള്ള താഴത്തെ റൂമിൽ 4 ആളും ആ 3 ബെഡുള്ള റൂമിൽ ജങ്കുക്കി ഒറ്റയ്ക്കും പിന്നെ നമ്മുടെ സേഫ് സോണിൽ നിൽക്കുന്നത് ജിന്നേട്ടനും ജിമിനും കയറിയ റൂമിൽ മാത്രമാണ്. അങ്ങനെ പിന്നെ റൂമൊക്കെ ഡിസൈഡ് ചെയ്ത് എല്ലാവരും കൂടി താഴെ ഡൈനിങ് ടേബിളിലേക്ക് വരികയാണ്. ഇനി ഈ ഒരു സമയത്ത് നമ്മുടെ ജിന്നിന്റെയും ജിമിന്റെ ഒരു പെർഫോമൻസ് കാണാൻ 2 ആളും റൂമിലാണല്ലോ സേഫ് സോണിലാണല്ലോ. പിന്നെ അവിടെ പറയേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് എല്ലാവരും കൂടി റൂമിലാകുമ്പോൾ നമ്മുടെ ഷുഗേട്ടന് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എന്റെ വിചാരങ്ങളൊക്കെ തെറ്റിയിട്ട് ഷുഗേട്ടന് ഒരു ഇഷ്യൂ ഇല്ല. എല്ലാവരും കൂടി റൂമിലാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ആള് പറയണത്. ബാക്കി എല്ലാവരും കൂടി പറയണത് എങ്ങനെ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരുമിച്ചൊക്കെ ആകുമ്പോൾ കിടക്കുക. എന്നിട്ട് പിന്നെ അവര് റോക്ക് പേപ്പർ കളിച്ചിട്ട് ഒരാളെ പുറത്ത് ആക്കണ്ടേന്ന് വി ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ അവിടെ തന്നെ കിടക്കാന്നൊക്കെ പറയുന്നുണ്ട്. ആ ഒരു സമയത്ത് തേവൊക്കെ ആകെ ആ ഒരു അമ്പലത്തിലാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ആ റൂമിൽ കിടക്കണ്ടേന്നുള്ള ഒരു ഇതുണ്ടല്ലോ. പിന്നെ അതേപോലെ തന്നെ ജങ്കുക്ക് 3 ബെഡ് വെച്ച റൂമിലല്ല. അപ്പൊ ആ ബെഡൊക്കെ കൂടി ഒരുമിച്ച് വെച്ച് നീ കിടന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ചിലപ്പോൾ രാത്രി ആറും നിന്റെ അടുത്തേക്ക് ഒളിച്ചു വരാൻ ചാൻസ് ഉണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഉറങ്ങാൻ കഴിയാത്തോണ്ടാവുന്നുള്ള ഒരു ഉദ്ദേശത്തിലായിട്ട് അവർ പറയുന്നത്. ആ ഒരു സംഭവം ആറും സമ്മതിച്ചു കൊടുക്കണ്ടേ. ഇനി ഇത് കഴിഞ്ഞ ഉടനെ അവർ നെക്സ്റ്റ് സൂംബി ഗെയിം കളിക്കണം. അത് വേറെ ഒന്നിനല്ല. അവിടെ ഒരു ഫുഡ് കഴിക്കാൻ പോകണല്ലോ. അപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ക്ലീൻ ആക്കാൻ ആൾക്കാർ വേണ്ടേ. അത് ആരൊക്കെയാണ് തീരുമാനിക്കാനുള്ള ഗെയിം ആയിരുന്നു അത്. അപ്പൊ ആ ഒരു ഗെയിം കളിച്ചത് 2 ഗ്രൂപ്പായിട്ടായിരുന്നു. താഴെ കിടക്കുന്ന ആൾക്കാർ ഒരു ഗ്രൂപ്പും മേലെ കിടക്കുന്ന ആൾക്കാർ ഒരു ഗ്രൂപ്പും. ഇനി അതിന്റെ ഇടയ്ക്ക് അവർ ഈ ഒരു ഗെയിം കളിക്കുമ്പോൾ ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും ഒരാൾ വേണം. അയാൾ തീരുമാനിക്കുന്നുണ്ട്. അയാൾ സേഫ് സോണിലാണ് കേട്ടോ. ആ തീരുമാനിക്കുന്ന ആള് ഈ ഒരു ഗെയിമിൽ കളിക്കും വേണ്ട. ഈ ക്ലീൻ ചെയ്യുന്നതിൽ ഒന്നിലും പെടൂല. അയാൾ എല്ലാവരോടും ലാസ്റ്റ് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോയി കിടന്നുറങ്ങിയാൽ മതി. അങ്ങനെ ഈ ഒരാളെ തീരുമാനിക്കാൻ റോക്ക് പേപ്പർ കളിക്കുന്നുണ്ട്. റോക്ക് പേപ്പർ കളിക്കുമ്പോൾ ജിൻ ആറും ഷുഗ ജെഹോ പൊളിച്ചിട്ട് ബാക്കി എല്ലാവരും ഔട്ടാവും. ഇനി ഇവർ 4 ആളും കളിക്കുന്ന ആ ടൈമിൽ കൂക്കി പറയുന്നുണ്ട് എന്താ എന്റെ ഒരു ഇൻഡ്യൂഷൻ അനുസരിച്ച് ജിന്നേട്ടന്റെ പേര് ജിന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ജിന്നേട്ടൻ ഔട്ടാവും. ഇത് പറഞ്ഞു കഴിഞ്ഞ് കളിച്ച ഉടനെ തന്നെ ജിന്ന ഔട്ടായി. നെക്സ്റ്റ് ബാക്കിയുള്ള ആറും ഷുഗ ജെഹോപ്പ് ആണല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് കൂക്കി പറയുന്നുണ്ട് ഇതില് ഷുഗ ഏട്ടനായതുകൊണ്ട് തന്നെ ഷുഗേട്ടൻ ജയിക്കുന്നതാണ് എന്റെ ഒരു ഇൻഡ്യൂഷൻ പറയുന്നത്. അവിടെ റോക്ക് പേപ്പർ കളിച്ച ഉടനെ തന്നെ ഷുഗേട്ടൻ ജയിക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് കൂക്കി സ്വയം ബാക്കി എല്ലാവരും കൂടി ഒന്ന് സ്റ്റക്ക്
റൗണ്ട് ഇനി ഇവനെങ്ങനെ വല്ല സൈക്കിക് പവർ കിട്ടി വെച്ചിട്ട് ഇനി ഈ ഒരു ബബിൾ പഠിച്ചോണ്ട് നമ്മുടെ ജിമിന് ഒരു പ്രൊഡിക്ഷൻ ഇടുന്നുണ്ട്. വേറൊന്നല്ല, ഈ ഒരു ക്ലീൻ ആക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിന്നെ തലേക്ക് തന്നെ വരും എന്നുള്ള കൂക്കിനോട്. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ജിമിനെ ആലോചിച്ചിട്ടില്ല, ജിമിനും കൂക്കിന്റെ പോലെ തന്നെ മേലഭാഗത്താണെന്നുള്ള കാര്യം. ഇനി ഏത് ഗ്രൂപ്പ് ഫസ്റ്റ് ഗെയിം കളിക്കണം എന്നുള്ളത് വേറൊരു ഗെയിം കളിച്ച് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ആ ഒരു ഗെയിം കളിച്ചിട്ട് നെക്സ്റ്റ് ഗെയിം ഫസ്റ്റ് കളിക്കും നമ്മുടെ താഴെ കിടക്കണ ആറമും തേയും ചെഹോപ്പാണ്. അങ്ങനെ ഗെയിം കളിച്ച് ഫസ്റ്റ് ഗ്രൂപ്പ് ജയിച്ച് സെക്കൻഡ് ഗ്രൂപ്പ് കളി തുടങ്ങിയപ്പോഴത്തേക്ക് സെക്കൻഡ് ഗ്രൂപ്പ് പരസ്പരം അടി. അതായത് നമ്മുടെ കൂക്കി ചിന്നേട്ടനും ജിമിനും കൂടി പരസ്പരം പൊരിഞ്ഞ അടി. ഇതിന്റെ മെയിൻ കാരണം തേയായിരുന്നു. തേനവർക്ക് എത്ര മുഖേന പിടിക്കാൻ പറ്റില്ല, അപ്പൊ അവർക്ക് അങ്ങോട്ട് ഭ്രാന്തായി. പിന്നെ അവരെ ഗെയിമിന്റെ കാര്യങ്ങൾ മറന്നു തോന്നുന്നുണ്ട്. അവസാനം അവരെ ഗ്രൂപ്പ് തോറ്റു. ജിമിൻ പ്രഡിക്ട് ചെയ്ത പോലെ തന്നെ കൂക്കി ക്ലീനിങ്ങിനായി കൂട്ടത്തിൽ ജിമിനും ചിന്നേട്ടനും. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ റൺ BTS 2.0 എപ്പിസോഡിൽ 1ൽ നടന്ന കുറച്ച് സംഭവങ്ങൾ. ഇനി ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷുഗേട്ടൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് ചിരിച്ചിരിച്ച് എന്റെ കവിളൊക്കെ വേനിക്കുന്നുണ്ട് എന്നുള്ളത്. അതേ സെയിം അവസ്ഥയായിരുന്നു എനിക്കും. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് വന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഇടാം. അതുവരെ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യാം.